ഗോവിന്ദച്ചാമി ജയിൽ ചാടിയിട്ട് 1 വർഷം കഴിഞ്ഞു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ഗോവിന്ദച്ചാമി ചാടിയത്. ഗോവിന്ദച്ചാമി ജയിലിലായിട്ട് ഏകദേശം 10-15 വർഷമായി. അയാൾ ചെയ്ത ക്രൂര പ്രവൃത്തിക്ക് അയാൾക്ക് ജീവപര്യന്തം, നേരത്തെ തൂക്കിക്കൊലയായിരുന്നു, പക്ഷേ അതിൽ നിന്ന് മാറി ഇപ്പോൾ ജീവപര്യന്തം തടവിൽ കണ്ണൂർ ജയിലിലാണ് കിടന്നിരുന്നത്. 15 വർഷം അവിടെ ആയിരുന്നു. പക്ഷേ അവിടെ വലിയ വിമതശല്യം, വലിയ അതിശക്തമായ രീതിയിൽ പ്രതികരിക്കുകയും വയലൻ്റ് ആവുകയും ചെയ്യുന്ന ഒരു വിമതനായിരുന്നു അവിടെ. കണ്ണൂർ ജയിലിലെ തടവുകാരും ജീവനക്കാരും ഒക്കെ ഇവനെ കൊണ്ട് മടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗോവിന്ദച്ചാമിക്ക് ജയിലൊന്ന് ചാടിയാൽ കൊള്ളാം, വീണ്ടും സ്വതന്ത്രമായ ലോകത്തേക്ക് പോകണം, ഇനി ചാടിയാൽ തന്നെ കിട്ടില്ല, പിടിക്കില്ല എന്നൊരു വിശ്വാസം. ഒളിക്കാൻ നന്നായിട്ട് അറിയാമല്ലോ. അതുകൊണ്ട് ആ ചിന്ത മനസ്സിൽ കയറിയപ്പം 75 കിലോ തൂക്കം, നല്ല ആഹാരം കഴിച്ച് നല്ല സുഖമായ ഉറക്കം, അങ്ങനെ വേറെ പ്രാരാബ്ദങ്ങളൊന്നുമില്ല. ഇനി ആരെങ്കിലും കൊന്നെങ്കിലേ പ്രശ്നമുള്ളൂ. ഏതായാലും മരണം വരെ ജയിലിൽ കിടക്കാം, ജീവപര്യന്തം തടവാണ്. തൂക്കുകയറിൽ നിന്ന് മാറി വന്ന് ജീവപര്യന്തത്തിലേക്ക് വന്നു. ജയിലിൽ പല തടവുകാരോടും അതോടെ ജീവനക്കാരോടും ഒക്കെ വലിയ പ്രശ്നക്കാരനായിരുന്നു ഇവന്. അങ്ങനെ ഇരുന്നപ്പം പല സന്ദർഭത്തിലും പറയും, ഞാൻ കേരളത്തിലല്ല കിടക്കേണ്ടത്, നിങ്ങളെന്നെ തമിഴ്നാട് ജയിലിൽ കൊണ്ടുപോയിടണം, ഇവിടെ കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന് അവനറിയാം, ഇവിടെ ജയിലിൽ ചാടാനും വലിയ സ്കോപ്പൊന്നുമില്ല. അതുകൊണ്ട് ജയിലിൽ ചാട്ടം മനസ്സിൽ അങ്ങ് ചേക്കേറിയപ്പം ജയിലിൽ ചാടുന്ന വഴികളൊക്കെ ആലോചിച്ചു. 10-20 അടി മുകളിലുള്ള മതിലിൻ്റെ മുകളിൽ നിന്ന് ചാടണം താഴോട്ട്, പിന്നെ കിടക്കുന്ന സെല്ലിൽ നിന്ന് അത് ഇരുമ്പഴി കൂടെ പിടിച്ചു കയറി മുകളിൽ ചെന്ന് കഴിഞ്ഞ് ടെറസിൽ ചെന്നിട്ട് വേണം. അപ്പോൾ നല്ല ആരോഗ്യം വേണം. അതുകൊണ്ട് ഇപ്പോൾ 75 കിലോ ഉണ്ട്. അത്രയും കിലോ വെച്ച് ഏതായാലും ഇവിടെ ഒന്നും കയറാനും പറ്റില്ല. അത്രയും വെയിറ്റുള്ള താഴോട്ടെങ്ങാനും വീണ് പോയാൽ കാലും കൈ ഒടിഞ്ഞ് കിടക്കും. ഭക്ഷണം ക്രമീകരിച്ചു. വൈകിട്ട് 2 ചപ്പാത്തി മാത്രം, ഉച്ചയ്ക്ക് ഒരു അരത്തവി ചോറ്, നന്നായിട്ട് ക്രമിച്ചു. അതുകൊണ്ട് ഒരു 25 കിലോ 25 കിലോ കുറഞ്ഞു. 75-80 കയറിയതാണ്, ഇപ്പോൾ 55 കിലോയിലെത്തിച്ചു. അതോടുകൂടി ഇപ്പം ചാടാൻ റെഡിയായി. അതിനുശേഷം അവിടുത്തെ സ്റ്റാഫിനെയൊക്കെ വെട്ടിച്ച് രാത്രിയിൽ ഒരവസരം വന്നു. പതുക്കെ സെല്ലിൽ അത് ഇടയിൽ കൂടെ തിങ്ങി ഇറങ്ങി ആരെങ്കിലും സഹായിച്ചോ ഇല്ലയോ എന്നുള്ള അന്വേഷണം അവിടെ നടക്കുന്നുണ്ട്. അതിനുശേഷം അയാൾ ആ സെല്ലിൻ്റെ ആ വഴി മുകളിലത്തെ നിലയിൽ കയറി അവിടുന്ന് ആ ഭിത്തിയുടെ വളരെ ഉയരമുള്ള ഭിത്തിയുടെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി, അല്ലെങ്കിൽ കയറിട്ട് താഴോട്ട് പോയി രക്ഷപ്പെട്ടു. വലിയ സംഭവമായി. അത് ചാടിയെന്ന് അറിഞ്ഞതോടുകൂടി തന്നെ വെളുപ്പിനെ 9 മണിക്കേ അറിഞ്ഞുള്ളൂ. രാത്രി ഇറങ്ങി നടക്കുന്നത് സുരക്ഷിതമല്ല എന്ന് ഇയാൾക്കറിയാം. അതുകൊണ്ട് ഇയാൾ അവിടെ എവിടെയോ പോയി പമ്മിയിരുന്നു. അവിടുന്ന് അല്പസ്വല്പം ഡ്രസ്സുകളൊക്കെ ശേഖരിച്ച് വെച്ചതൊക്കെ ഒരു സഞ്ചിയിലാക്കി. അതുകൊണ്ട് കൈ ഒരു പ്രശ്നമാണല്ലോ, ഒരു കൈ ഹാൻഡിക്യാപ്ഡാണ്. ഏതായാലും വെളുപ്പിനെ ഒരു 4-5 വരെ എവിടെയോ പതുങ്ങിയിരുന്നു. അതിനുശേഷം പബ്ലിക് റോഡിൽ കൂടെ നടന്ന് തലയിൽ കൈ മറച്ചു വെച്ചിട്ടാണ്, അത് ഒരു ചെറിയ ചുമട് അല്ലെങ്കിൽ ബാഗ് തലയിൽ വെച്ചിട്ട് ഇടത് കയ്യിൽ ഒരു തുണി ഇട്ടിട്ട് ആ കൈ കൊണ്ടാണ് ആ ബാഗ് പിടിച്ചത്. അങ്ങനെ നടന്നുപോയി ജയിലിൽ ചാടിയെന്നറിഞ്ഞു. ആരോ ഒരു സംശയങ്ങൾ ഉയർത്തി ഇവനെ കണ്ടപ്പം അതോടുകൂടി ഇവനെ പതുക്കെ നടന്ന് അവസാനം ഓടി. ജനങ്ങൾ 1-2 ആൾക്കാർ അവൻ്റെ പുറകെ ഓടി. തളാപ്പ് എന്ന സ്ഥലത്ത് വെച്ച് ഇവനെ കാണാതെ പോയി. പോലീസും വന്നു, അതുപോലെ തന്നെ ജയിൽ ജീവനക്കാർ, നാട്ടുകാർ. ചാടിപ്പോയ വൻ പുള്ളിയാണ് ഗോവിന്ദച്ചാമിയാണെന്ന് അറിഞ്ഞോട് നാട്ടുകാരും ഉണർന്നു. അങ്ങനെ ആ ജയിലിൻ്റെ പരിസരത്ത് തളാപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അങ്ങോട്ട് കയറിപ്പോയ, അവിടെ കുറ്റിക്കാടുമൊക്കെ നിറഞ്ഞ സ്ഥലത്തോട്ട് കയറി, അവിടെ ഒരു പഴയ വീടുണ്ട്, അങ്ങോട്ട് കയറിപ്പോയതായിട്ട് ഒരു സ്ത്രീ കണ്ടു. അവിടെ മുഴുവൻ അരിച്ചു പിറക്കിയിട്ടും കണ്ടില്ല. അവിടെ ഒരു പൊട്ടക്കിണറ്റിൻ്റെ അകത്ത്
അതിൻ്റെ പടിയെ ചവിട്ടി ഇവൻ നിപ്പുണ്ട് കണ്ടെത്തി പിടിച്ചു. അങ്ങനെയാണ് ഗോവിന്ദചാമിയെ പിടി വീണത്. പിറ്റേ ദിവസം തന്നെ കണ്ണൂർ ജയിലിൽ നിന്ന് മാറ്റി വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി. വിയ്യൂർ സെൻട്രൽ ജയിൽ ഏകാന്ത തടവിലേക്ക് ആക്കി. ആ സെല്ലിന് മുമ്പിൽ ഒരു ജയിൽ ജീവനക്കാരൻ കസേര ഇട്ട് 24 മണിക്കൂറും ഉണ്ട്. പിന്നെ ഒരു CCTV ദൃശ്യമുണ്ട്. ആ സെല്ലിനകത്ത് തന്നെ കക്കൂസൊക്കെ ഉണ്ട്. എല്ലാം നല്ല സുഖകരം. അങ്ങനെ അവനവിടെ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം CCTVക്ക് കാണാം. അവൻ ബാത്റൂമിൽ പോയിരിക്കുന്നത് സുഖമായിട്ടിരുന്ന് കാണാം. ഒന്നും ചെയ്യാൻ പറ്റില്ല, അവന് ആനങ്ങാൻ പറ്റുന്നില്ല. ഇപ്പോഴേ കുറച്ച് മര്യാദക്കാരനായി. കാരണം വഴക്കടിക്കാൻ ആളില്ല, മറ്റ് തടവുകാരില്ല, ഏകാന്തവാസം തന്നെയാണ്. ശിഷ്ടജീവിതം അങ്ങനെ തന്നെ. അതുകൊണ്ട് ഇപ്പം വളരെ മര്യാദയായെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അപ്പോൾ അവൻ പറയുന്നത്, ഞാൻ ഇന്ത്യൻ നാട്ടുകാരനല്ലല്ലോ, നമ്മുടെ ഊര് തമിഴ്നാടല്ലേ, അങ്ക ജയിലിലേക്ക് എന്നെ വിടണം എന്നാണ് പറയുന്നത്. ഇപ്പം വളരെ മര്യാദയായിട്ട് പറയുന്നത് അങ്ങനെയാണ്. ആഹാരമൊക്കെ എന്ത് ആഹാരം കഴിച്ചാലും അത് കഴിച്ചോളും. നേരത്തെ ബിരിയാണി വേണം പുള്ളിക്ക്, അത് കഴിഞ്ഞാൽ ഉടനെ ഒരു ബീഡി വേണം. ജയിലിലൊക്കെ അങ്ങനെ വലിയ ബഹളം ഉണ്ടാക്കുന്നവനാണ്. ഇപ്പോൾ ഒന്നും വേണ്ടെന്ന്, കിട്ടുന്ന ആഹാരം കഴിക്കുക, എങ്ങനെയെങ്കിലും തമിഴ്നാട് ജയിലിൽ പോകാം. അവിടെ പോയാൽ ഇത്ര ഒരു സൂക്ഷ്മതയൊന്നും കാണില്ല, ചാടി പോയാൽ പിന്നെ അവനെ കിട്ടില്ല. അതുകൊണ്ടാണ് തമിഴ്നാട് ജയിലിലേക്ക് മാറ്റണം എന്ന് വളരെ കരഞ്ഞു പിഴിഞ്ഞ് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും 15 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇനി ശിഷ്ടജീവിതം മുഴുവൻ ജയിലിൽ തന്നെ. പരോള് 15 വർഷമായിട്ട് ലഭിച്ചില്ല, കിട്ടില്ല, ഇനിയും കിട്ടില്ല. അതുകൊണ്ട് ഇനി വിയ്യൂർ സെൻട്രൽ ജയിലിലെ ഈ ഏകാന്ത തടവിൽ തന്നെ മരണം വരെ.